ഞാന് സിനിമയായിട്ടുള്ള ഈ കാലഘട്ടം വരയ്ക്കും വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ജന്മത്തില് എന്റെ ഇതേ അച്ഛന്റെയും അമ്മയുടെയും മകളായിട്ട് തന്നെ ജനിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ബാക്കിയെല്ലാം ഭഗവാന്റെ തീരുമാനം പോലെ. പിന്നെ ഇനിയൊരു ജന്മം വേണ്ടെന്ന് പറയാൻ കാരണം അതെന്തോ എനിക്കറിയില്ല. എന്താ പറയാ, ഈ ലോകത്ത് എന്തൊക്കെയാ നടക്കുന്നേ, ഇതൊക്കെ നമ്മള് ഒന്നും കാണാതിരിക്കുന്ന നല്ലത്. ഇനി മോളെ ഒന്നും കാണാതിരിക്കും. ദൈവം ഭാഗ്യം ചെയ്ത ആളാണ് ശരി. തീർച്ചയായിട്ടും ഒന്നും കാണാതിരിക്കുന്നത് നല്ലത്. കേൾക്കാതെ കൂടെ ഇരുന്ന ഇനി നല്ലതാ. അയ്യോ, അതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എന്താ പറയാ, മനുഷ്യർക്ക് കണ്ട് കാതും ഒക്കെ ഉള്ളത് കാരല്ലേ ഇത്രയും പ്രശ്നങ്ങളൊക്കെ. അതെ അതെ. നമുക്കൊരു പാട്ട് കൂടെ കേൾക്കാം. ഉരുകുതേ നെഞ്ചം. അയ്യോ, അത് വേണ്ട. അതെന്താ? അത് ഒറ്റയ്ക്ക് പാടുന്ന പാട്ടല്ല. ആൾക്കാർ വേണം അല്ലേ? എനിക്ക് ശോകഗാനങ്ങളാ ഇഷ്ടം. അയ്യോ, എനിക്ക് ശോകഗാനങ്ങൾ കേട്ടാ ഭയങ്കര സങ്കടം എനിക്ക്. അപ്പൊ ഞാൻ ഇവിടെ വന്നിരുന്നോണ്ട് കരഞ്ഞോണ്ടിരിക്കുകയാണ്. കോഴി വേഷിട്ടോണ്ട് ഇവിടെ വന്ന് ഇങ്ങനെ കരഞ്ഞോണ്ടെന്ന് പറയും ആൾക്കാർക്ക്. ഇതിന് കരയാനായിട്ട് തന്നെ നീ പരിപാടി തന്നെ കരയാന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ടാ അതൊക്കെ ചെയ്യണേ. ആണോ? അതെങ്ങനെയോ കരച്ചിലായി പോണതാ. ആണോ? ഇപ്പോ ഈ മേക്കപ്പ് ഒക്കെ ഇടുന്നില്ല, ഇപ്പൊ ലിപ്സ്റ്റിക് ഇട്ടു, മേക്കപ്പ് ഇട്ടു, ഇതൊക്കെ എങ്ങനെ ശരിയാണോന്ന് എങ്ങനെ തോന്നുന്നു? അത് എനിക്ക് അത് അറിയാൻ പറ്റില്ല. അല്ല, ഈ ഇടയ്ക്ക് രജനികാന്ത് വന്ന് ഒരു ഇതിൽ എഴുതിയിരുന്നു, അതായത് പെണ്ണുങ്ങൾക്ക് എത്ര മേക്കപ്പ് ഇട്ടാലും എത്ര ചെയ്താലും ഒരു തൃപ്തിയില്ലെന്ന്. അതായത് ലോകീയ സുന്ദരിയാണ് ഐശ്വര്യായി അങ്ങേരുടെ ഒരു പടത്തിൽ അഭിനയിക്കുന്നു. അപ്പൊ കൂടെ കണ്ണാടി എടുത്ത് ഇങ്ങനെ ടച്ചപ്പ് ചെയ്യുക, അങ്ങനെ നോക്കാം ഇങ്ങനെ നോക്കാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങേര് എഴുതിയിരിക്കുക, പെണ്ണുകൾക്ക് തൃപ്തി എന്നൊരു സാധനം കണ്ണാടിയിൽ കൂടി വന്നിട്ടേ ഇല്ലെന്ന്. അതാണ് ഇതൊന്നും വലിയ അർത്ഥമില്ല കണ്ണാടി നോക്കാൻ. സീനി നല്ല സുന്ദരിയാ. അപ്പൊ പാട്ട് കേൾക്കാം കേട്ടോ നമുക്ക്. ആയിക്കോട്ടെ. ഒരു പാട്ട് എനിക്ക് പിടിച്ചൊരു ഉമ്മ വയ്ക്കാൻ തോന്നുന്നു. പരിപാടി കഴിയട്ടെ. എങ്കിൽ എന്റെ ഏറ്റവും വലിയ ഭാഗ്യമായിരിക്കും. അയ്യോ ശരി, ഇനിയും എല്ലാ നല്ലതും വരട്ടെ. ഒരിക്കലും ജീവിതത്തിൽ കരയാൻ പാടില്ല കേട്ടോ. നല്ലത് വരട്ടെ. കല്യാണത്തിന് വിളിക്കണം, ഞാൻ വരും. എനിക്കും വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇതുവരെ എന്നെ ഞാനാക്കിയ എന്റെ എല്ലാ പ്രേക്ഷകരോടും എനിക്ക് നന്ദിയും കടപ്പാടും ഉണ്ട്. തുടർന്നും എല്ലാവരുടെയും അനുഗ്രഹവും പ്രോത്സാഹനം എന്നും എന്നോടൊപ്പം ഉണ്ടാവണം. ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്ന ഏഷ്യാനെറ്റിനോട് വീണ്ടും വീണ്ടും എന്റെ 1000 നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു. ഓക്കെ, വളരെ സന്തോഷം. അമ്മയെ പരിചയപ്പെടാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ആണോ? ഇത്ര നല്ലൊരു പാട്ടുകാരിയുടെ കൂടെ ഇരുന്ന് പാട്ട് സൈജ സ്റ്റാർസിന്റെ ആൾക്കാരൊക്കെ ചുമ്മാ സ്ക്രീനിലല്ല കാണുന്നത്. എനിക്ക് നേരിട്ട് കാണാൻ ഒരു ഭാഗ്യം കിട്ടിയല്ലോ. ശരിക്കും ഭാഗ്യം എനിക്കല്ലേ കിട്ടിയത്.